നെഗറ്റീവ് ഗുണമാണ് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പലപ്പോഴും ആയിട്ട് യു ടൈപ്പ് ക്ലാമ്പ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന യു ടൈപ്പ് ക്ലാമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി സ്പ്ലിറ്റ് ക്ലാമ്പുകളാണെങ്കിലും ഇത് സംഭവിക്കാറുണ്ട്. യു ടൈപ്പ് ക്ലാമ്പുകൾ ഇങ്ങനെയുള്ള ക്ലാമ്പ് അച്ചേക്ക് കൊണ്ടുപോയിട്ട് ടൈറ്റ് ചെയ്ത് പൈപ്പിലോട്ട് വെക്കാറുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ പൈപ്പിൽ വെക്കുന്ന രീതിയാണ് നാട്ടിൽ പൊതുവായിട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ യു ടൈപ്പ് ക്ലാമ്പിലോട്ട് എത്തിയിട്ടുള്ളത്? നമ്മൾ പണ്ടൊക്കെ ചെയ്തതിനുമായിരിക്കും, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പണ്ടൊക്കെ ചെയ്തമായിരിക്കും ഭിത്തിയിലോട്ട് തേച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ക്ലാമ്പ് ചെയ്താൽ പോയ എന്തിനാണ് യഥാർത്ഥത്തിൽ ക്ലാമ്പ് ചെയ്യുന്നത്? ഒന്ന്, ഈ പൈപ്പുകളുടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ ബിൽഡിങ്ങിനെ ബാധിക്കാതെ വെക്കാനും അതേപോലെ തന്നെ വൈബ്രേഷനിൽ ഈ പൈപ്പുകൾ പൊട്ടാതെ വെക്കാനുമാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ഈ വൈബ്രേഷൻ വളരെ ശബ്ദമായിട്ട് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യാതെ വെക്കാനാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭിത്തിക്കുള്ള ഈ പറഞ്ഞ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അതിൽ ബാധിക്കാതെ വെക്കാൻ. നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ഈസി ആക്കാൻ. ഇത്രയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും പിന്നെ ഇതൊരു ഭംഗിക്ക് മാത്രമാണെന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഫുൾ ടൈറ്റിൽ ഇങ്ങനെ വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സാധനം കൂടി മിസ് ചെയ്യുന്നുണ്ട്, നമ്മൾ നാട്ടിൽ പൊതുവായിട്ട് കാണുന്നില്ല. ഇതേപോലെ തന്നെ റബ്ബർ വാഷർ, ഇത് പ്രത്യേകം ചോദിച്ചറിഞ്ഞാൽ കിട്ടും. ഇതെന്തിനാണ് റബ്ബർ വാഷർ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ വരുന്ന ഈ പൈപ്പിൽ വരുന്ന വെള്ളം പാസ് ചെയ്യുമ്പോൾ ഒരു നോയ്സ് വരും ഇതിൽ, അതായത് ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ ഈ പറഞ്ഞ ക്ലാമ്പിങ്ങിനും കാര്യം ബാധിക്കാതെ തടയുന്ന ഒരു ഇതാണ്. അതിന്റെ അടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ റബ്ബർ. വെറുതെ ഒരു റബ്ബർ കൊടുക്കല്ല, ആ ഒരു പ്രൊട്ടക്ഷൻ ആണത്. അത് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടൊരു സാധനം യു ബോൾട്ട് പറഞ്ഞാൽ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഈ സാധനം കൂടി അതിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പൈപ്പുകൾ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ആസ്ട്രോ എന്നുള്ള കമ്പനിയുടെ ഇതാണ്. ഞാനൊരു കാറ്റലോഗ് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ക്ലാമ്പിലും വരുന്നുണ്ട്. സ്പ്ലിറ്റ് ക്ലാമ്പിൽ പൊതുവായിട്ട് ഇവിടെ നാട്ടിൽ കാണുന്നുണ്ട്. സ്പ്ലിറ്റ് ക്ലാമ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കും. ഞങ്ങൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, HVAC, ഇതിന്റെ ഡിസൈനിങ് കൺസൾട്ടിംഗ് ആണ്. ഇതിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയ മൈന്യൂട്ട് കാര്യം പോലും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരുപാട് പൈസ ഈ ചുമരുമിൽ കയറ്റുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യല്ലോ.